എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. ഈ പുതുവത്സരത്തിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പുതുവത്സര ആശംസകൾ നേരുന്നു. ഒരാരാധനയിലൂടെ കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. ജീവിതത്തിൽ വലിയ വിടുതലുകൾ ദൈവം പകരട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ അത്ഭുതകരമായ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഓരോ കുടുംബങ്ങൾക്കും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിന് കാരണമായി തീരുവാൻ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരികയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം വളരെ അത്ഭുതകരമായ ദൈവം ഞങ്ങളെ പരിപാലിച്ചല്ലോ. ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ആരോഗ്യത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവവചനം വിശ്വസിച്ചുകൊണ്ട് ഒരു പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുവാനോ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാനോ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ വായിക്കുന്ന പോലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെയും നന്മകളെയും ഒരു പ്രാവശ്യം കൂടെ വർണ്ണിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാ അഭിഷക്തന്മാരെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. 2024 അവരോട് ചെയ്ത വാഗ്ദത്തത്തിന് നിവൃത്തി വർഷമാക്കി കർത്താവ് തീർക്കണമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ ഇത്രയും അരുളി ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ നിർവചനം പ്രാപിക്കുന്ന വർഷമായി, കർത്താവിന് വേണ്ടി ശക്തിയോട് നിൽക്കുന്ന വർഷമായി, വിശ്വസ്തിക്ക് വേണ്ടി നിൽക്കുന്ന വർഷമായി, അനുഗ്രഹം പ്രാപിക്കുന്ന വർഷമായി, ദൈവരാജ്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന വർഷമാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ മേൽ വിടുതലയക്കണമേ, കുടുംബങ്ങളുടെ മേൽ വിടുതലയക്കണമേ. വചനം കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകത്തോട് നിന്റെ ദാസന്മാരെ നിർത്തുമാറാകണമേ. ഈ ജനത്തെ ഞങ്ങൾ കർത്താവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഈ വിശുദ്ധ ആരാധന ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ ഞങ്ങൾക്ക് ആശ്വാസത്തിനും വിടുതലിന് കാരണമാകണം. എല്ലാ പ്രോഗ്രാമുകളും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു വിശുദ്ധ ആരാധനയിലൂടെ സംബന്ധിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. തുടർന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ കരങ്ങളെ അടിച്ച് പാടി ആരാധിക്കുക. ഈ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ആദരവോടെ ക്ഷണിക്കുന്നു. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളിൽ നിന്ന് ഉയർത്തി കർത്താവിന് നല്ല മഹത്വം കൊടുക്കാം. നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്ന് കർത്താവെ ആരാധിപ്പാൻ ദൈവം നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പുതുവത്സരത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ നന്ദിയോടെ ആരാധിക്കാൻ പോകുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. നമ്മളെ നടത്തിയ കർത്താവിൻ്റെ എല്ലാ വിധങ്ങൾക്കും
നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതികൾ കരയറ്റുവാൻ പോവുകയാണ്. കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. സ്തോത്രം. 91 സങ്കീർത്തനം പറയുന്നത് പോലെ എൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതെ വണ്ണം എന്നെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹവും കരുതലുമെല്ലാം ഓരോ ദിവസവും നാം അനുഭവിച്ചതാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ അത് അനുഭവിപ്പാൻ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ കണ്ടിട്ടും നമ്മുടെ ബലഹീനതകളൊക്കെ അറിഞ്ഞിട്ടും നമ്മളെ നന്നായി സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഓരോ ദിവസവും ആമേൻ, ഹല്ലേലൂയ, ഹൃദയം തുറന്ന നന്ദിയോടെ നമ്മുടെ സ്തുതികളും ആരാധനകളും ആ കർത്താവിന് കൊടുക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. സ്തോത്രം. ഈ 2024 പ്രാരംഭ സെക്ഷനിൽ തന്നെ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആശ്രയിപ്പാൻ നമുക്കൊരിടമുണ്ടെങ്കിൽ അത് സർവശക്തനായ യേശുവിൽ മാത്രമാണ്. അവൻ കാരണം വചനം പറയുന്നു, അവനിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ അവയെ നിന്ദിക്കപ്പെടാൻ, അവൻ്റെ തല കുനിയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല എന്ന വചനം നമ്മോട് പറയുന്ന ഉറപ്പാണെങ്കിൽ ഇന്ന് ആ വചനത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നു. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. എന്നെ കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദം ഉറപ്പുള്ള പാറമേലെത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എൻ്റെ യേശുവിന്. പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നെ യേശുവിൻ. അക്കരമുയർത്തി ഒന്ന് പാടിയേ. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ
പാടിയേ. ഓരോ ദിവസവും വേണ്ടതല്ല വേണ്ടും പോകാതെ നൽകിയിടുന്നു. തിന്നു തൃപ്തനായിരുന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്ന് യേശുവേ രക്ഷക അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും ചേർന്ന് യേശുവേ യേശുവേ രക്ഷക അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും കരമുയർത്തി ആരാധന 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 ശക്തിയോടെ ആരാധനേ ആരാധന 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 കരമുയർത്തി നന്ദിയോടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് ഓരോ ദിവസവും വേണ്ടതെല്ലാം നൽകി തന്ന ദൈവത്തിന് അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും വേണ്ടതെല്ലാം നൽകി തന്ന ഞങ്ങളെ നന്നായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടെ കരങ്ങളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ ഓ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ഹല്ലേലൂയ 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 താങ്ക് യു ജീസസ്. ആ കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ ആമേൻ സ്തോത്രം. നമ്മൾ നന്ദിയോടെ കർത്താവിനെ വീണ്ടും പാടി സ്തുതിക്കാൻ പോകുകയാണ്. വചനം നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്, ആമേൻ, നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഇന്ന് എത്ര പേർ ആ വാക്കിനെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം യുദ്ധം ചെയ്യുന്നത് നാം അല്ല, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നന്ദിയോടെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ പാട്ടുകാരൻ വരികൾ ഇങ്ങനെ പറയുന്നത്, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം എന്നെ നടത്തിയ അങ്ങയുടെ നാമം. ഇന്ന് ആ നാമത്തെ നമ്മൾ നന്ദിയോടെ പാടി കരങ്ങളെ തട്ടി സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ പ്രാരംഭ സെക്ഷനിൽ കർത്താവ് നൽകി തന്നൊരു ദൂത് ഞാൻ കൈമാറിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുകയാണ്. ആമേൻ. തിരുവഴുത്തിനൊക്കെ നമുക്കറിയാം 12 ഗോത്രപിതാക്കന്മാർ, ആമേൻ, അവർ ദേശം ഉറ്റുനോക്കാൻ പോയ ഒരു ഭാഗം തിരുവഴുത്തിൻ്റെ അകത്ത് നമുക്കറിയാം. അവർ ദേശം ഉറ്റുനോക്കാൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് അവർ കൊണ്ടുവന്നത് അവിടുത്തെ മാതുള പഴങ്ങളും അവിടുത്തെ മുന്തിരിക്കൊലകളൊക്കെ അവർ കൊണ്ടുവരികയാണ്. പക്ഷേ ദേശം അവർ കൈവശമാക്കിയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ ദൂത് ഞാൻ കൈമാറുന്നു. 2023 നമ്മൾ പലതിനെ ഉറ്റുനോക്കി, 2024 നാം അത് കൈവശമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഞാൻ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 2023 നാം ഉറ്റുനോക്കിയതെല്ലാം 2024 നമുക്ക് കൈവശമാക്കി തരുവാൻ പോകുകയാണ്.
പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ സ്വീകരിക്കുന്ന ഹൃദയങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ പറയണം, നിനക്ക് എതിരായി എന്തൊക്കെ ശക്തികൾ നിന്നാലും ആ അവകാശം നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്നത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചൊന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം എന്നെ നടത്തിയ നാഥൻ, ആ നല്ല നാമത്തെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. സന്തോഷത്തോടെ കരങ്ങളിലേക്കൊന്ന് ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമം. പാടിയ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരി കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസരിൻ നീതിയവൻ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ. അതനുഭവമായുള്ളവർ നന്ദിയോടെ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ
ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആണമോ? എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നു സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നു സ്തുതി നിനക്ക്. നന്ദിയോടെ ചേർന്ന് ആരാധന അങ്ങേക്ക്, ആരാധന. താങ്ക് യു ജീസസ്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. നന്ദിയോടെ ആരാധന അങ്ങേക്ക്. താങ്ക് യു ജീസസ്. ആരാധന. Yes Lord, we worship you. ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ആരാധന അങ്ങേ, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങേക്ക്, ആരാധന. ശബ്ദം ഉയർത്തി ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. യഹോവയ്ക്ക് പ്രസാദമുള്ള യാഗമായി ഇന്ന് സൗരഭ്യവാസന ഉയരുന്നത് പോലെ നന്ദിയോടെ ആരാധന യേശുവേ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ശബ്ദം ഉയർത്തി യേശുവേ. അങ്ങേക്ക് ആരാധന യേശുവേ. ആരാധന അങ്ങേക്ക്. ഹൃദയം നിറഞ്ഞ ആരാധന പാടിയേ. One more time. ആരാധന, ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന യേശുവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. എത്ര പേര് സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു? നമുക്കെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടെങ്കിൽ അത് ഈ ദൈവസാന്നിധ്യം ഉള്ളിടത്തിരിക്കുമ്പോഴാണ്. ആമേൻ. കാരണം വചനത്തിൻ്റെ അകത്ത് നമ്മോട് ശക്തമായി പറയുന്നൊരു കാര്യം ഇതാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ മന്നയെ ഞാൻ പൊഴിയിച്ചു തരാം. ആമേൻ. അതത് ദിവസത്തേക്ക് വേണ്ടത് എന്ത് ചെയ്യണം? നിങ്ങൾ പുറക്കിയെടുക്കണം. അത് പിറ്റേ ദിവസത്തേക്ക് അത് വെക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ അത് ആമേൻ അത് ജീർണിച്ചു പോകും. പക്ഷേ അതേ മന്നയ നമുക്ക് മറ്റൊരിടത്ത് കാണാം. അത് പെട്ടകത്തിൻ്റെ അകത്താണ്. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന പെട്ടകത്തിൻ്റെ അകത്ത് ആമേൻ പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന, ഒരു ദിവസം ഇരുന്നാൽ ജീർണിച്ചു പോകുന്ന മന്ന ഈ പെട്ടകത്തിൻ്റെ അകത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആമേൻ നമുക്ക് കണക്ക് നോക്കിയാൽ വർഷങ്ങളോളം ആ മന്ന എന്ത് ചെയ്തു? കേടുകൂടാതെ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം നമുക്ക് സംശയമില്ലാതെ ഉറപ്പിക്കാം,
ആമേൻ. ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴെ ഇരുന്നാൽ ചിലതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. 2024 നോക്കി ഒന്ന് വിളിച്ചു പറയാമോ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പുതിയത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. 2024 കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്നൊരു വാക്കിതാണ്. ആമേൻ. ഹല്ലേലൂയ. നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് നീതി സൂര്യനായവൻ ഉദിച്ചു നിൽക്കാൻ പോവുകയാണ്. ഈ ഒരു വചനമാണ് 2024 നോക്കി എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക്. നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം നമുക്ക് ആമേൻ കാണാപാഠം അറിയാവുന്ന ഒത്തിരി വാക്യങ്ങൾ അതിനകത്തുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് പറയുന്നൊരു വാക്കിങ്ങനെയാണ്, ഇനി നിൻ്റെ സൂര്യൻ അസ്തമിക്കയില്ല, ഇനി നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. ആമേ, നിൻ്റെ യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. 2024 നോക്കി എത്ര പേർക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് നീതി സൂര്യനായവൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഉദിച്ചു നിൽക്കുകയാ. നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഈ ലൈറ്റുകൾ ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്തെ അന്ധകാരം എന്ത് ചെയ്തു? മാറി. ഒരു റൂമിൻ്റെ അകത്ത് കയറി ചെന്നാൽ അതിൻ്റെ അകത്ത് ഇരുളുണ്ട്. പക്ഷേ ഇരുളിനെ നമ്മൾ ശാസിക്കുന്നില്ല, ഇരുളിനോട് പുറത്തു പോകാൻ പറയുന്നില്ല. ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ആമേൻ, ഒരു ബൾബ് പ്രകാശോർജ്ജം വെളിപ്പെടുത്തിയപ്പോൾ ഇരുൾ തന്നെ പുറത്തു പോയി. അങ്ങനെയെങ്കിൽ ഉറപ്പോടെ ഞാൻ ഈ വാക്കിനെ ഉറപ്പിക്കട്ടെ, നീതി സൂര്യനായവൻ നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഉദിച്ചാൽ ഇരുളിന് നിന്നെ തൊടാൻ പറ്റാത്ത വിധം 2023 പിടിച്ച ഒന്നും ഇനി നിൻ്റെ പുറകെ നിൽക്കാതെ വണ്ണം അതിൻ്റെ അകത്തു നിന്നെ പൂർണ്ണതയോടെ വിടുവിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിനെ നമ്മൾ നന്ദിയോടെ ആരാധിക്കാൻ പോകുകയോ. ആമേൻ. 23 നിന്ന പോലെ അല്ല, 24 കർത്താവിനെ നിർത്തിയിരിക്കുന്നത് ഭയങ്കര ഒരു ഉറപ്പോടുകൂടെയാണ്. ആമേൻ. കർത്താവ് പുതിയത് ചെയ്യിക്കാൻ പോവുകയാണെന്നുള്ള വാഗ്ദത്തങ്ങളാണ് ആമേൻ ദൈവം നൽകി തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, സാന്നിധ്യത്തിൻ്റെ അകത്ത് തുടർന്നാൽ ആമേൻ ലോകമനുഷ്യർ പറയും നടക്കത്തില്ല, പക്ഷേ വചനം പറയുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് അത് നടക്കും. ഹല്ലേലൂയ. 12 വർഷം കൊണ്ട് പുറപ്പെടുവിക്കേണ്ട സാധനം ഒരു ദിവസം കൊണ്ട് അല്ല മണിക്കൂറുകൾ കൊണ്ട് ആമേൻ അത് പൂത്ത് തളിർത്ത് ഫലം കായ്ക്കാൻ ദൈവ സാന്നിധ്യത്തിന് പറ്റുമെങ്കിൽ, ഇന്ന് അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ നോക്കി വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞ്, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ആ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ നമ്മൾ വിശ്വാസത്തിൻ്റെ വരികൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോകുകയാണ്. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ. ശൈലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ പാറയുമായ ദൈവം, ഹല്ലേലൂയ. എന്നെ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന എൻ്റെ സ്വർഗീയ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറയാമോ, ഞാൻ വീണാലും എന്ത് ചെയ്യത്തില്ല, താഴത്തില്ല, താണാലും എന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു കർത്താവ്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം കരുതൽ അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ആണ്ടിൻ്റെ ആരംഭ സെക്ഷൻ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി നന്ദിയോടെ സ്തുതിക്കാൻ പോകുകയാണ്. ഞാൻ പറയട്ടെ, ഈ അവസരങ്ങൾ പാഴാക്കരുത് കേട്ടോ. ഈ അവസരം എന്ത് ചെയ്യരുത്? ഒന്ന് കരം കൊടുത്ത് പറയാമോ, ഈ ആരാധനയുടെ അവസരം പാഴാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. കാരണം എന്താണെന്നറിയാമോ, അരാരാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചപ്പോൾ ആമേൻ യഹോവ നോഹയോട് പറഞ്ഞില്ല നീ വെളിയിലിറങ്ങി യാഗം കഴിക്കണമെന്ന് പറഞ്ഞോ? വചനം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പുറത്തിറങ്ങാൻ പറഞ്ഞു. പക്ഷെ നോഹ എന്ത് ചെയ്തു? തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം, അമ്മേ എന്നെ വെടിവെച്ച ദൈവത്തിന് എനിക്ക് ആരാധിക്കണം. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഒരു യാഗപീഠം പണിത് വിശുദ്ധിയുള്ള മൃഗങ്ങളെ പിടിച്ച് അവിടെ ആരാധിച്ചു. അമ്മേൻ. ആ ആരാധന വെളിപ്പെട്ട ദൈവപ്രവൃത്തി എന്താണെന്നറിയാമോ? നോഹയെ നോക്കിയൊരു വാക്ക് പറഞ്ഞു, ഇനി മേലാൽ അമ്മേ ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ ആരാധനയിൽ ചിലതിനെ വിളിച്ചു വരുത്താൻ പറ്റും. നിന്റെ ആരാധനയിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നമ്മൾ ഒരുമിച്ച് ആ വരികളൊന്ന് പാടി സന്തോഷത്തോടെ നമ്മുടെ നല്ല കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥൻ
സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതി. പാടാമോ? ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ. ഓ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ. വൻതിരമാല പോൽ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ ഒന്ന് നന്ദിയോടെ സ്തുതിച്ചേ. ഓ, വൻതിരമാല പോൽ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുമേ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുമേ. കാൽവറി ക്രൂശിൽ എൻ്റെ പേർക്കായി കൈകാലുകൾ കാണിക്കായി ഏൽപ്പിച്ചോനേ. കാൽവറി ക്രൂശിൽ എൻ്റെ പേർക്കായി കൈകാലുകൾ കാണിക്കായി ഏൽപ്പിച്ചോനേ. കൺകൾ നിറയുന്നേ, ഉള്ളം തുടിക്കുന്നേ, രക്തം ചിന്തി എന്നെ വീണതിലാ. ഓ, കൺകൾ നിറയുന്നേ, ചിന്തി എന്നെ വീണതിലാ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. ശൈലവുമെൻ്റെ സങ്കേതവും കോട്ടയുമെൻ്റെ പാറയുമേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ യേശുവേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടും. പാടിയ ഉറപ്പോടെ. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, ധനത്തിൽ മനം ചായുകില്ല. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, ധനത്തിൽ മനം ചായുകില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാൻ, പാടി ആരാധിപ്പാൻ, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് അവസരം നൽകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് ഹാർവെസ്റ്റ് ടിവിയിലൂടെ മറ്റ് മീഡിയയിലൂടെ എത്തിപ്പാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. ആ സഹോദരിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിശ്ചയമായി താൻ ചെയ്ത ഈ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുവാൻ സഭയായി നമുക്കൊന്നിച്ച് ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസിന എന്ന പേര് അറിയപ്പെടുന്ന ആ സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഗത പ്രകാരം ഒരു വിവാഹം നടക്കണം, ഒരു സ്ഥിരം ജോലി തനിക്ക് ലഭിക്കണം, ഒരു ചില രോഗസൗഖ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കർത്താവ് അയക്കണം. ആ വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ജോസിന എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി നാം ശക്തമായി സഭയായി പ്രാർത്ഥിക്കാം. ഈ ലൈവിലൂടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിശ്ചയമായും സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ മറുപടികൾ ആ സിസ്റ്റർമേൽ പകരുവാനും, തുറന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനി ജോർജ് അവറുകൾ ആധികാരികമായ ദൈവവചനം നമ്മോട് സംസാരിക്കും. കർത്താവിൻ്റെ ദാസൻ്റെ ദൈവവചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാനും ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടിജോ ജോസഫ് ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം.
കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. കർത്താവ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പകൽ ഞങ്ങൾക്ക് ദാനമായി തന്നതുകൊണ്ട് സ്തോത്രം. ആരാധനയ്ക്കായും പ്രാർത്ഥനയ്ക്കായും ഒരുമിച്ച് കൂടി വരുവാൻ പുതിയ വർഷത്തിൽ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷം എല്ലാവിധമായ നന്മകളെ കൊണ്ടും ഐശ്വര്യമായ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ജോസിന എന്ന് പറയുന്ന പ്രിയ സഹോദരിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില ആവശ്യങ്ങളുടെ മുഖത്ത് താൻ ഭാരത്തോടെ ആയിരിക്കുന്നു. ഇന്ന് പകൽ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീക്കുപോക്കില്ലാത്ത പല കാര്യങ്ങളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2023 അവർ ഒരുപാട് ഭാരം അനുഭവിച്ചു. നീക്കുപോക്കില്ലാത്ത വിഷയത്താൽ അവർ കർത്താവെ ക്ലേശം അനുഭവിച്ചു. എന്നാൽ ഈ പുതിയ വർഷം എന്തുകൊണ്ടും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവഹിതപ്രകാരം ഒരു വിവാഹം നടക്കുവാൻ പ്രത്യേകം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊത്തതായ ഒരു കാര്യം വേഗത്തിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു നല്ല പ്രപ്പോസൽ വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാവി സംബന്ധമായ മേഖലകളിൽ ശത്രു മൂടി വെച്ചിരിക്കുന്ന എല്ലാ മൂടുവരികളെയോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ നീക്കം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ ദൈവം എന്നെ ഓർത്തു, എന്നോട് മനസ്സലിവ് കാണിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് സാക്ഷ്യമായി സഭയുടെ മുമ്പാകെ പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. വേഗത്തിലൊരു തക്ക തുണയെ ഒരുക്കി പ്രിയ മകളെ കർത്താവ് ആദരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്ഥിരമായൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ അത് സംഭവിക്കട്ടെ. തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല സാലറിയോടുകൂടി നല്ലൊരു പൊസിഷനോടുകൂടി തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലിയെ പ്രവേശിപ്പാൻ പ്രിയ മകളെ കർത്താവ് സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നല്ലോ. ആ അസുഖം എന്തു തന്നെയായിരുന്നാലോ, ആ രോഗം എന്തു തന്നെയാണെങ്കിലോ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മകളുടെ മേൽ അത്ഭുതകരമായ ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. അവരുടെ അടിപ്പിണരുകൾ ആ സൗഖ്യമുണ്ട് എന്ന് ദൈവവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി ഇപ്പോൾ അവൾ എവിടെയാണോ ആ സ്ഥാനത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യമാകുന്ന, വിടുവിക്കുന്ന, നീക്കുപോക്ക് നൽകുന്ന ദൈവശക്തി ഇപ്പോൾ ആ മകളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ, സമസ്ത വിഷയങ്ങളുടെ മേലോ കർത്താവിൻ്റെ അത്ഭുതകരമായ കാര്യം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരിയെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവേ ഹല്ലേലൂയ അല്പസമയത്തിനകത്ത് കർത്താവേ സ്റ്റേജിലേക്ക് വരും. എൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ പുൾപിറ്റിൽ ദൈവം തൻ്റെ ദാസനെ മാനിച്ചു, അയച്ച ഇടങ്ങളിലെല്ലാം മാനിച്ചു. ഇന്ന് പകലും വചനത്തിൻ്റെ വാതിലുകളെ എൻ്റെ ദാസന് വേണ്ടി തുറക്കണമേ. ദൈവത്തിൻ്റെ നാവായി നിൽപ്പാൻ അഭിഷിക്തനെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ബന്ധനമില്ലാത്ത വചനം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ക്രിയ ചെയ്യുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില നുക കൈകൾ ഒടിയട്ടെ, ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭൂതശക്തികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ ശുശ്രൂഷയുടെ നടുവെ താളടിയായി പോകുവാൻ, ദൈവപ്രവൃത്തിയുടെ നടുവിൽ നടക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ കൈയേൽക്കണം. പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ ആരാധനാലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹാർവസ്റ്റ് ടി വിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ആരാധന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലെ പ്രവേശിക്കുകയാണ്. സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാഷാനി ജോർജ് അവர்கள் തുടർന്ന് ദൈവവചനം സംസാരിക്കും. കർത്തൃദാസനെ ആദരവോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഇന്ന് ചാരത്തും ദൂരത്തും ഇരുന്ന് ഈ തിരുവചന ശുശ്രൂഷ ശ്രവിക്കുന്ന ഏവർക്കും
കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊരു പുതിയ വർഷം കൂടെ ദൈവം തന്നതുകൊണ്ട് കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എല്ലായ്പ്പോഴും നിങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഈ വർഷം നമ്മളോട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കർത്തൃദാസന്മാരിൽ കൂടെ തിരുവചനം ഇങ്ങനെ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. വചന ശുശ്രൂഷ മനുഷ്യ മനസ്സുകളിൽ കൂർത്ത അസ്ത്രം പോലെ ചെന്ന് കയറും. ബൈബിളിലെ ഒരു വാക്യമാണ്, ഞാൻ വചനമയച്ചവരെ സൗഖ്യമാക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുകയാണ്. ഒരുക്കപ്പെട്ട നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ ഒരുക്കമുള്ള ഹൃദയങ്ങളിൽ ഈ തിരുവചനം ഇങ്ങനെ വിതച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ധ്യാനത്തിന് ആധാരമായിട്ട് ഈ വർഷം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. 119 സങ്കീർത്തനത്തിൻ്റെ 126 വാക്യത്തെ ആധാരമാക്കിയാണ് ഇന്ന് സന്ദേശം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമായ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. 119 സങ്കീർത്തനം 126 വാക്യം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം കൂടെ നമ്മൾ ചേർത്ത് വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മതി. നിങ്ങളിനി എന്നെ ശ്രദ്ധിച്ചാൽ ഈ സന്ദേശം അല്പനേരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോയി. വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത പന്തലിട്ടതോ വീഞ്ഞു കൊടുത്തതോ ഒന്നുമല്ല. ആ വിവാഹത്തിന് യേശുവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ്. വിവാഹമാകണമെങ്കിൽ വിവാഹത്തിൽ യേശു വേണം. വീടുമാറ്റമാകണമെങ്കിൽ ആ വീടുമാറ്റത്തിൽ യേശു വേണം. കുടുംബജീവിതമാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ യേശു വേണം. നിൻ്റെ പടക് മറുകര എത്തണമെങ്കിൽ ആ പടകിൽ യേശു വേണം. നിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് യേശുവാണ്. സ്തോത്രം. യേശു ആ കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പം അവിടെ വിവാഹം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വീടിനെ സംബന്ധിച്ച് ഒരു വിവാഹം വലിയ കാര്യമാണ്. പക്ഷേ വിരുന്നിനിടയിൽ വീട്ടുകാർക്ക് തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. യേശു ഉണ്ടേലുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും തല കുനിക്കേണ്ടി വരത്തില്ല. അതാണ് യേശു ഉണ്ടേലുള്ള പ്രത്യേകത. സാഹചര്യം തിരിച്ചറിഞ്ഞ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് ചെന്ന് പറയുകയാണ്, കർത്താവേ, വീഞ്ഞ് തീർന്നു പോയി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ ഈ ദൂതിലോട്ട് വരിക. വീഞ്ഞ് തീർന്നുപോയി. കർത്താവിൻ്റെ മറുപടിയാ, സ്ത്രീയെ. അതെന്നാണ് സ്ത്രീയെ എന്ന പദപ്രയോഗം? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്ത്രീയെ, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായിരിക്കാം യേശു സ്ത്രീ എന്ന് വിളിച്ചത്? എനിക്ക് മനസ്സിലാകുന്ന ഒരു ബോധ്യം പറയാം. ഉൽപ്പത്തിയിലൊരു പ്രവചനമുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. കാനായിലെ കല്യാണ വീട്ടിലാണ് ആദ്യത്തെ മഹത്വം വെളിപ്പെടുത്തിയതെന്ന് ബൈബിൾ പറയുക. അങ്ങനെങ്കിൽ നാടും ദേശവും എല്ലാം കാങ്ക പറയുക, ദേ ആ സ്ത്രീയുടെ സന്തതിയാ ഞാൻ. ഉൽപ്പത്തിയിലെ പ്രവചനത്തിൻ്റെ നിവർത്തിപദം
ഇവിടുന്ന് തുടങ്ങുക. ക്രൂശി കിടന്നുകൊണ്ട് ഇതുപോലെ വിളിച്ചു, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? സ്ത്രീയുടെ സന്തതി, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഉൽപ്പത്തിയിലെ ദൂത് കാൽവറിയിൽ നിറവേറാൻ പോകുവാന്ന് ഒരിക്കൽ കൂടെ യേശു വെളിപ്പെടുത്തുക. യേശുവിൻ്റെ അമ്മ മറിയ ഈ കാര്യം യേശുവിനോട് പറയാൻ കാരണം എന്താ? ജനനം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇവക്ക് മാത്രം അറിയാം, എന്നിൽ നിന്ന് പുറത്തുനിന്നവൻ ഒരു സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ടാണ് യേശുവിനോട് ആ കാര്യം പറഞ്ഞ്. കർത്താവ് പറയുക, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ഇനി സങ്കീർത്തനത്തിലെ വാക്യമാണ് വായിച്ചത്. സങ്കീർത്തനക്കാരൻ പറയുക, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഒരു കാലത്ത് സമയമായില്ലെന്ന് നീ പറഞ്ഞ വിഷയം ദൈവം പറയുക, ഇപ്പൊ പ്രവർത്തിക്കാനുള്ള സമയമായി. സ്തോത്രം, സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. 2024 തല കുനിക്കുന്ന വർഷമല്ല, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. സ്തോത്രം. യേശുക്രിസ്തു ശിഷ്യന്മാരെ വള്ളത്തെ കയറ്റി വിട്ടു. 3 യാമങ്ങൾ പടകവരെ ഒലയ്ക്കാവുന്നത്ര ഒലച്ചു. കർത്താവ് പറയാം, 3 യാമം കാറ്റിനടിക്കാം, രാത്രിക്ക് രാത്രിയായി വെളിപ്പെടാം, ഇരുട്ടിന് ഇരുട്ടിൻ്റെ ഭീതി വെളിപ്പെടുത്താം. പക്ഷെ 4-ാം യാമം കാറ്റ് ശാന്തമായിക്കോണം. ഇതെൻ്റെ പ്രവൃത്തിയുടെ യാമമാണ്. ഞാൻ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ദൂത് പറയുക, അക്കരെ എത്താൻ കൊതിച്ച നിന്നെ എത്തിക്കത്തില്ലെന്ന് പറയുന്ന 3 യാമങ്ങൾ നിന്റെ ലൈഫിലുണ്ടെങ്കിൽ, ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു 4-ാം യാമം അല്പം കൂടെ ഗഹനമായിട്ട് ദൂതിനെ കൊണ്ടുപോകാം. മനസ്സുകൊണ്ട് പറഞ്ഞേ, ഹമി യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ വീടിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നിന്റെ സാമ്പത്തിക കാര്യത്തിൽ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഇത് ദൈവത്തിന് മാത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതേ അധ്യായത്തിൽ ശലോമോൻ പറയുക, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഞാനൊരു വെളിപ്പാടൂടെ പറയാം. നിന്റെ വീടിനകത്ത് നിനക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ നിന്റെ കാര്യം ഭംഗിയായി ചെയ്യാൻ എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഞാനൊരു ദൂതൂടെ പറയാം നിന്നോട്, കണ്ണിൽ കാണുന്നത് കണ്ട് നിരാശപ്പെടരുത്. ഹമി സ്തോത്രം. ഒരു കുഞ്ഞാങ്ങളെ പെട്ടകത്തിൽ വെച്ചിട്ട് മറഞ്ഞു നിന്ന് അവൻ്റെ പെങ്ങൾ ടെൻഷൻ അടിക്കുക. എന്തോ നടക്കും? ഒന്നും നടക്കത്തില്ല. നീ മനസ്സിൽ കരുതിയ ഒന്നും നടക്കത്തില്ല. നീ ചിന്തിക്കാത്തൊരു കാര്യം ഇപ്പോൾ അവിടെ നടക്കും. ദൂത് മനസ്സിലായാലേ സ്തോത്രം ചെയ്യാവൂ. എനിക്കെന്തോ നിന്റെ വീടിൻ്റെ ഗതി മാറുന്നു, നിന്റെ കുടുംബത്തിൻ്റെ ഗതി മാറുന്നു. ഇതാ ദൈവത്തിൻ്റെ ദൂത്. യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള 1-ാമത്തെ ദൂത്. സ്തോത്രം. സമയം കുറിച്ചിരിക്കുന്നെന്ന. 2-ാമത്തെ ദൂത് സമയം അടുത്തിരിക്കുന്നെന്ന. 3-ാമത്തെ ദൂത് സമയം തെറ്റത്തില്ലെന്ന. ഇത്രയും പ്രസംഗിക്കുമ്പോൾ ഈ ദൂത് തീരും. എന്തിൻ്റെയൊക്കെയോ സമയം ദൈവം കുറിച്ചു, എന്തിൻ്റെയൊക്കെയോ സമയം അടുത്തു. ഒരുപക്ഷെ ഈ ദൂത് കേട്ട് കഴിയുമ്പോൾ ഒന്ന് ഇരുട്ടി വെളുത്താൽ ആ സമയമാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനസ്സുകൊണ്ട് നിങ്ങളെ വേദപുസ്തകത്തിൻ്റെ ഒരു വെളിപ്പാട് പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ മുറ്റത്തിന് പ്ലാവ് കുഴിച്ചു വെച്ചു. അന്ന് വൈകിട്ട് ചക്കയുണ്ടാവുമോ? പറ. അന്നുണ്ടായില്ലെന്ന് കരുതി ആ പ്ലാവ് എന്ന ഫലം വരത്തില്ലെന്നാണോ? പറ. ഒരു മാവ് കുഴിച്ചു വെച്ചു, അങ്ങോട്ട് വെച്ചു, വൈകിട്ട് 50 മാങ്ങ കിട്ടുമോ? ഇല്ല. സ്തോത്രം. ദിനം തോറും അതിന് വെള്ളവും കൊടുത്ത് വളവും കൊടുത്ത് നിൽക്കുക. ആൾക്കാർ പറയും മണവും ഇല്ല ഗുണവും ഇല്ലടോ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂ വരുമ്പം പറയും സമയമായി.
അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രം പോലെ പിള്ളേരെ തരാം, കടൽക്കരയിലെ ദർശനം കൊടുക്കുക. പിറ്റേന്ന് പിള്ളേരെ കിട്ടിയോ? പറ. യോസഫിനോട് പറഞ്ഞു, നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നിന്നോ? ഇല്ല. സമയമായപ്പോൾ കറ്റ എഴുന്നേറ്റു. ദാവീദിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ന് രാജാവായോ? ഇല്ല. സമയമായപ്പോൾ രാജാവായി. ശിമോനോട് പറയുക, നീ ഇനി മീനെ പിടിക്കുവല്ല മനുഷ്യനെ പിടിക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് 1000 പേരെ സ്നാനപ്പെടുത്തിയോ? സമയമായപ്പം ഒറ്റ പ്രസംഗത്തിൽ 3000 സ്നാനം. അപ്പൊ ദൂത് പറയാം, നീ കേട്ട ദൂത് തെറ്റിയിട്ടില്ല, നീ കണ്ട സ്വപ്നം തെറ്റിയിട്ടില്ല, നീ പ്രാപിച്ച പ്രവചനം തെറ്റിയിട്ടില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നീ കണ്ട സ്വപ്നം, നീ കണ്ട ദർശനം മനസ്സിലായി തുടങ്ങിയോ? അടുത്തിരിക്കുന്നൊന്ന് കൈ കൊടുത്തേക്ക്, സമയമായെന്ന് പറ. ഹല്ലേലൂയ. ഇനിയും വലിയ താമസമില്ല. ഒന്ന് പറയാമോ? ഇനിയും വലിയ നാട്ടുകാർ നോക്കിയിരിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ വേറെ ചില വിപത്ത് വരുമെന്ന്. പക്ഷെ ദൈവം പറയാം, അതല്ല വരാൻ പോകുന്നേ, ഇതെൻ്റെ. ഞാനൊരു കാര്യം പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മെസ്സേജ് വന്നു, മോന് ജോലി കിട്ടി. നമ്മൾ ഹാപ്പിയാ. 3-ന്റെ എന്ത് പോയാലും നമുക്ക് കുഴപ്പമില്ല, കിട്ടിയല്ലോ. എന്നാൽ ജോലി കിട്ടുന്നില്ല. 6 മാസം കിട്ടിയില്ല. 7-ാം മാസം നല്ലൊരു ജോലി കിട്ടി. അതവൻ്റെ ജീവിതം മാറ്റുന്ന, അത് നമുക്ക് വിഷയമല്ല. നമുക്ക് അന്നേരം കിട്ടണം. കർത്താവ് പറയും, അന്നേരം തരാൻ ഇപ്പം സമയമായില്ല. ചില കാര്യത്തിന് സമയമായില്ല, ചില കാര്യത്തിന് സമയമായി. അതാ ദൂത്. സ്തോത്രം. സമയമായെന്ന് ബോധ്യമുള്ളവരോട് പറയാം, ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൂത് തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം അവിടെ തുടങ്ങാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായം 14-ാം വാക്യം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് യഹൂദന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ ദൂതൊന്ന് വിവരിച്ചുകൊണ്ട് വരാം. ഈ ദൂത് അടുത്ത ഭാഗത്തോട്ട് പോകണ്ടേ. ഈ ദൂത് ഒത്തിരി വിവരിക്കത്തില്ല, കാര്യം വിവരിച്ചാൽ ഇവിടെ അങ്ങ് നിന്നു പോവും. അതാ പ്രശ്നം. വേദപുസ്തകത്തിലെ ശക്തമായൊരു പുസ്തകമായി എസ്തേറിൻ്റെ പുസ്തകം. സ്തോത്രം. ആ പുസ്തകം നമുക്ക് തരുന്നൊരു വലിയ ദൂതുണ്ട്. ഒന്നുമില്ലാത്ത നിന്നെ എന്തേലുമൊക്കെ ആക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. സ്തോത്രം. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായിയെ കാണാം. അവിടെ വീട്ടിൽ മൊർദെഖായിയുടെ വീട്ടിൽ, സ്തോത്രം, അനാഥത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെങ്കൊച്ചനെ കാണാം. പേര് പറയാമോ? എസ്തേർ. ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. മൊർദെഖായിയുടെ ഇരിപ്പിടം ഇപ്പം കൊട്ടാരത്തിന് വെളിയിലാണ്. തുടക്കത്തിലേ പറയാം, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഇരിപ്പിടം തന്നെ ചേഞ്ച് ആവും. വേണ്ടതില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാവി പ്രവചിച്ച് തീർക്കാൻ പറ്റത്തില്ല. നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ, സൗന്ദര്യമുണ്ടോ, അറിവുണ്ടോ, ഇതൊന്നുമല്ല ചോദ്യം. നീ പ്രാർത്ഥിക്കുന്ന ആളാണോ? വേണ്ടുന്നില്ല. ഈ ഏറ്റവും വലിയ പോരാട്ടം പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ എന്നെ നോക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫേസ്ബുക്ക് ഇങ്ങനെ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരുന്നാൽ 12 ആയാലും കോട്ടുവാ വരുമോ? പറ. എന്നാൽ 10 മിനിറ്റ് പ്രാർത്ഥിച്ചാലോ? ഉണ്ടെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. കട്ടിലെ കിടന്ന ഉറങ്ങാത്തവരുണ്ട്, പക്ഷെ യോഗത്തിന് വന്നാൽ ഇരുന്നുറങ്ങുന്നവരുണ്ട്. പോരാട്ടമൊന്നുമല്ല പ്രശ്നം. ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് മനസ്സിനെ കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നീ ചിന്തിക്കാത്ത ഇരിപ്പിടം നിനക്കൊരുക്കും. പ്രാർത്ഥിച്ചൊരു സ്ത്രീ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം ആരാന്നറിയോ? എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിതും ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്താൻ ദൈവത്തിന് കഴിയും. ആർക്കെങ്കിലും ഇരിപ്പിടം ചേഞ്ച് ആകാൻ കൊതിയുണ്ടെങ്കിൽ പ്രയർ സ്റ്റാർട്ട് ചെയ്താൽ മതി, പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇരിപ്പിടം മാറും. ഞാൻ പറഞ്ഞല്ലോ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ കയറി ഇറങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോവുക. ചുരുക്കി പറയാം. സ്തോത്രം. ഈ മൊർദെഖായിക്ക് എതിര് വരാൻ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നാ കാര്യമെന്ന് പറയാം. സ്തോത്രം. ഹാമാൻ വരുമ്പം എല്ലാവരും വണങ്ങും. ഇങ്ങനെ
പക്ഷേ മൊർദെഖായി മാത്രം എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നീ നിൽക്കുന്ന എങ്ങനെയാന്ന് വരെ നോക്കുന്നവരുണ്ട്. ചിലർക്കൊക്കെ അസൂയ ഉണ്ടാകാൻ കാരണം നീ ഇങ്ങനെ നിൽക്കുന്നതാ പ്രശ്നം. സ്തോത്രം. എല്ലാവരുടെയും കൂട്ടി നീ ഇങ്ങനെ നടുവൊടിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നീ എഴുന്നേറ്റ് നിന്ന് അവർക്ക് ഇഷ്ടമല്ല. നാട്ടുകാരുടെ ഇഷ്ടം നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റുമോ? പറ. ഞാൻ വചന വെളിപ്പാടിലോട്ടാണ് വരുന്നത്. സ്തോത്രം. മൊർദെഖായിയോട് പറഞ്ഞു, നിന്നെ ഒതുക്കാൻ ഹാമാൻ പണി ചെയ്തിട്ടുണ്ട്. മൊർദെഖായി പറഞ്ഞു, അവൻ്റെ പണിയൊന്നും ഇവിടെ നടക്കുകയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ. മിണ്ടുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ദൂത് പറയാം. ദൈവം എസ്തേർ രാജ്ഞിയെ ഒരു ഇരിപ്പിടത്തിൽ ഇരുത്താൻ തീരുമാനിച്ചു. അന്നേരമായി ഇരിപ്പിടത്തെ വേറൊരാൾ ഇരിപ്പുണ്ട്. പേര് പറയാമോ? വസ്തി. അവളെ ഇറക്കാനും ദൈവത്തിനറിയാം, ഇവളെ അവിടെ ഇരുത്താനും ദൈവത്തിനറിയാം. ഒരാമീമ. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ ഇറക്കേണ്ടവനെ ഇറക്കി, ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് ദൈവത്തിൻ്റെ തീരുമാനമേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ തീരുമാനമേ നടക്കത്തുള്ളൂ. ദൂതിനിടയ്ക്ക് എനിക്ക് ചില വെളിപ്പാടൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പോവുക. കാരണം ദൈവത്തിന് ഇന്ന് ആ ഭാഗത്തല്ല നിൽക്കുന്നത്. ചുരുക്കി അങ്ങ് പറയാം. ദൈവത്തിന് സ്തോത്രം. എസ്തേർ ഇപ്പം എവിടെ വന്നു? രാജപദവി വന്നു. അതായത് രാജാവിൻ്റെ എന്താ പദവിയാ? രാജ്ഞി പദവിയിൽ വന്നു. ഈ എവിടെ കടന്നവളാ? അനാഥത്വം നിറഞ്ഞു കടന്നവളാ. ഇപ്പം എവിടെ വന്നു? ചിലർക്കൊക്കെ എന്തേലുമൊക്കെ ഇച്ചിരി അനുഗ്രഹം കിട്ടുമ്പം അന്യായ ജാടയുള്ളവരുണ്ട്. ഇവിടില്ല, വല്ലവരും ഉണ്ട്, നിന്നോടുവാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അപ്പം ഒരു ദിവസം ഒരു വാർത്ത അറിഞ്ഞു. അപ്പം ഈ ഹാമാൻ അസൂയ ഉണ്ടായിട്ട് പറഞ്ഞു, ഈ മൊർദെഖായിയെ മാത്രമല്ല ഇവൻ്റെ വംശത്തെ കൂടെ നശിപ്പിക്കണം. ഈ ചിലർക്ക് വലിയ പോരാട്ടമാണ്. ഇത് ഹാമാൻ ഒറ്റയ്ക്കല്ല, ഇപ്പം ആരും കൂടിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യ സേരസും ചിലർ കുടുംബമായിട്ടാണ് യുദ്ധത്തിന് എഴുന്നേച്ചേക്കുന്നത്. അവൾ ശ്രദ്ധിക്കണം. നിന്നെ തീർക്കാനാ പ്ലാൻ. പക്ഷേ നീ തീരണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. കേട്ടോ, മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ചില ഫൈറ്റിങ്ങുകൾക്ക് ഇന്നൊരു അറുതി ഉണ്ടാകണം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഓറി. ഇനി ഞാൻ ആ ദൂത് വിവരിച്ച് മുമ്പോട്ട് പോട്ടെ. കാര്യം അവിടെ നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഇവിടെ ഇപ്പം നോക്കിയേ, ഒരു തീർപ്പ് പുറപ്പെടുവിച്ചു ഈ ഹാമാൻ്റെ വാക്ക് കേട്ട്. എന്തുവാ? സകല യഹൂദന്മാരെ കൊന്നുകൂടി. 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ആ വാക്യം കിടപ്പുണ്ട്. സ്തോത്രം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും അബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി സകല സകലരെയും തീർക്കാൻ തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ മൊർദെഖായി എന്താണെന്നറിയാവോ? സ്തോത്രം. രട്ടുടുത്തു. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ എസ്തേർ അറിഞ്ഞു. ആര് രട്ടുടുത്തെന്ന്? മൊർദെഖായി. ഉടനെ ആളെ വിട്ടു, വസ്ത്രം കൊടുപ്പിച്ചു വിട്ടു. ഉടനെ പറഞ്ഞു അത് വാങ്ങിയില്ല. അപ്പം സ്തോത്രം. ഈ എസ്തേർ രാജ്ഞി എന്ത് ചെയ്തു ചോദിച്ചാൽ, ഹദാക്ക് എന്ന് പറയുന്ന ഒരു ഷണ്ണനെ രാജാവ് തനിക്ക് ആവശ്യങ്ങൾക്കാക്കി വെച്ചിട്ടുണ്ട്. അയാളെ വിട്ട് വിവരം തിരക്കിച്ചപ്പം സ്തോത്രം എല്ലാ യഹൂദനെയും കൊല്ലാൻ രാജനിയമം ഇറങ്ങി നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഉടനെ അവൾ പറഞ്ഞു. സ്തോത്രം. മൊർദെഖായി വിവരം അങ്ങോട്ട് ധരിപ്പിച്ചു. സ്തോത്രം. ഉടനെ പറഞ്ഞു, 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുക്കൽ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ നിന്നെ കൊണ്ടൊക്കത്തില്ലേ പോട്ടെന്ന് പറഞ്ഞില്ല. ഒരു മറുപടി പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. ഒരു ദൂത് തുടങ്ങുക. ദൈവത്തിൻ്റെ സമയമായ ഈ ദിവസം നീ മിണ്ടാതിരിക്കരുത്. ഒരാമ്യം വരുന്നില്ല. ചില കാര്യത്തിന് നീ വാ തുറക്കാൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിൻ്റെ പ്രശ്നത്തിന് നീ വാ തുറക്കണം. ഇത് ദൈവത്തിൻ്റെ സമയമാ. ഈ സമയത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. ചിലരൊക്കെ നിന്റെ വായ അടപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് പറയുക, നീ വാ തുറക്കണം.
ദൈവത്തിന് മുമ്പിൽ വാ തുറന്ന് കാര്യം പറയണം. ബൈബിളിൽ വാക്കുകൊണ്ട് ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്ത്. ഓ ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ദൈവം നിന്നോട് മിണ്ടാൻ പറഞ്ഞാൽ ആരും നിന്റെ വായടച്ചാലും നിന്റെ വായടയരുത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലേ ഈ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ജനങ്ങളൊക്കെ ഈ അത്ഭുതം കണ്ടിട്ട് ആർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ജനങ്ങളൊക്കെ എന്തുവാ? ഈ അത്ഭുതം കണ്ടിട്ട് ആർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാക്കത്തുള്ളൂ. ആ ദൂതിലോട്ട് നമുക്കൊന്ന് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്തേ, 19-ാം അധ്യായം എടുത്തേ, 37 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചേ. അവിടെ ഒരു ദൂത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ലൂക്കോസ് 19:37. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ, ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെ കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. നിങ്ങൾ നോക്കി, ഈ ദൈവപ്രവൃത്തി കണ്ടാൽ നമ്മൾ സ്തോത്രം പറയത്തില്ലയോ? പറയുവോ? നിങ്ങൾ പറയുവോ? ചിലരുടെ സ്തോത്രം നിൽക്കാത്ത തന്നെ അവരുടെ വീട്ടിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയാണ്. ശിഷ്യന്മാര് അതിന് മുകളിൽ സംഭവം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സംഭവം എഴുതി എന്താ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെ ഉള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ഒരു കഴുതയെ കൂട്ടിയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യണം? അതിനെ അഴിച്ചുകൊണ്ട് വരണം. ആരാനും വെല്ലോം ചോദിച്ചാൽ കൊണ്ടുപോകണമെന്നൊന്നും പറയരുത്. കർത്താവിന് ആവശ്യമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. പറയുന്ന മാത്രമേ അവർ വിട്ടുതരും. ഞാനൊരു ദൂത് നിന്നോട് പറയാം. കെട്ടഴിക്കേണ്ടത് എങ്ങനെയാന്ന് ദൈവം പറയുന്ന പോലെ ചെയ്താൽ തന്നെ കെട്ടഴി. മിണ്ടുന്നില്ല. ഇനി ഞാനൊരു ദൂത് പറയാം. ഈ കഴുത പറയുക, കർത്താവേ, ഭൂമിയിലുള്ള മുഴുവൻ കിണത്തെയും കെട്ടടിച്ച് വിട്ടേക്കുക, എന്നെ മാത്രം എന്തിനാ കെട്ടിയിട്ടേക്കുന്നേ? ഉത്തരം, അവർക്കാർക്കുമില്ലാത്തൊരു മഹത്വം നിന്റെ മേൽ വരാനുണ്ട്. ചില ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ നിന്നെ ദൈവം ചിലടത്ത് കുരുക്കിയിട്ടേക്കുന്നു. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നാൽ ഇന്ന് കുരുങ്ങിക്കിടക്കുന്ന ദിവസമല്ല, ഇത് കുരുക്കഴിയുന്ന ദിവസമാ. ഇത് ദൈവത്തിൻ്റെ സമയമാ. യേശുവിൻ്റെ നാമത്തില് ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. അപ്പം നിയോഗം കിട്ടിയാൽ, കർത്താവ് പറഞ്ഞാൽ എവിടെ കയറിയും കെട്ടഴിക്കാം. ഒരാമയും പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ നിനക്ക് നിയോഗം ദൈവം തരാൻ പോവാ. ഞാൻ പണ്ടൊരു വീട്ടിൽ സ്തോത്രം ചെന്ന സമയത്ത് ആ വീട്ടുകാരെന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. അവിടുത്തെ മോള് BCom പഠിക്കുമായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് മാനസിക രോഗിയായിപ്പോയി. അവള് ദൈവത്തിന് സ്തോത്രം ഒരു മുറിക്കകത്തേറി വാതിലടച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ വെളിയിലിറങ്ങത്തില്ല, കുളിക്കത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, ആരെയും കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ജെല്ലിക്കൂടെ ഭക്ഷണം വെച്ച് കൊടുക്കും. സ്തോത്രം. അത് കഴിക്കത്തേ ഉള്ളൂ. നീണ്ട വർഷങ്ങളായി. ഒരു ദിവസം കൊട്ടാരക്കരക്കാരൻ ഒരു ഉപദേശി രാത്രി ഉറങ്ങിക്കിടക്കുമ്പം ദൈവം ആ വീട്ടിൽ പോകേണ്ട റൂട്ട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വെളുപ്പാങ്കാലത്ത് രാത്രി തന്നെ ബസ് കയറി രാവിലെ ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. 4:30 ആയപ്പം ആരോ കോളിംഗ് ബെല്ലടയ്ക്കുന്നു. ആ സ്ത്രീ എന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ആരാന്ന് ചോദിച്ചു. ഞാനൊരു സുവിശേഷകനാന്ന് പറഞ്ഞു. അയ്യോ, കയറി വന്നാട്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് കയറി വാതിൽക്കലോട്ട് നിൽക്കുമ്പോൾ അകത്തെ മുറിയിൽ നിന്ന് വാതിൽ തുറന്ന് മോള് വന്ന് ദൈവദാസന് മുമ്പിൽ വീണു. വർഷങ്ങളായി മുറിക്കകത്ത് അടഞ്ഞു കിടന്നവൾ, എടാ ദൈവത്തിൻ്റെ സമയമാണ്, നീ ഒന്നും തേടി യേശുവിൻ്റെ നാമത്തില് എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരിക. ഇത് യഹോവയ്ക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. ഇത് ദൈവത്തിന്. പക്ഷെ ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. പ്രശ്നങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥനയിൽ ഒന്ന് സഹകരിക്കാവോ. ചിലർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്നാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പണ്ടൊക്കെ നമ്മളൊരു കാപ്പി ഇട്ട് കുടിക്കണമെങ്കിൽ എന്തോ ഒരു പാടായിരുന്നല്ലേ. ഒന്ന് കാപ്പി വെച്ച് പിടിപ്പിക്കണം, വേണ്ടേ? പിന്നെ അത് കാപ്പിക്കുരു വരണം. കാപ്പിക്കുരു വരുമ്പോൾ പിന്നെ അതിനെ വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കി വെച്ച് പിന്നെ എന്താ ചെയ്യണം? അതിൻ്റെ തോട് പൊളിക്കണം, വേണ്ടേ? തോട് പൊളിച്ചിട്ട് പിന്നെ എന്താ ചെയ്യണം?
അമ്മി അത് അടുപ്പത്തിട്ട് വറക്കണം. വറുത്തിട്ട് പിന്നെ എന്തോ ചെയ്യണം? മില്ലിക്കൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഉരലിനകത്തിട്ട് ഇടിക്കണം. ഇടിച്ചിട്ട് കുടയണം. കുടഞ്ഞിട്ട് പിന്നെ കാപ്പി കുടിക്കാൻ പറ്റും. ഇപ്പം ഒന്നും വേണ്ട, സ്വിച്ച് അമർത്തിയാൽ നിൻ്റെ മുമ്പിൽ നിന്ന് കാപ്പിക്കുരു പൊടിഞ്ഞ് നിൻ്റെ അടുക്ക കാപ്പി വരും. ഇതുപോലെ ഇപ്പം ചിലർ ബ്രദറെ 12:45 അങ്ങോട്ട് വരും, നേരമില്ല, ഒന്ന് കൈവച്ചേക്കണം, പോകുമ്പം വിടുതൽ വാങ്ങിച്ചോണ്ട് പോകണം. ഞാൻ നിന്നോട് പറയാം, പ്രാവിനെ ഇട്ടിച്ച് തത്ത എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നമ്മളാരും മിണ്ടുന്നില്ല. ഞാൻ തുറന്നു പറയാം, ആ കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിത് തിരുവല്ലായി കൊടുക്കത്തില്ല, എൻ്റെ അമ്മാച്ചന്മാർക്ക് കൊടുത്തേനെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതങ്ങനെ കിട്ടുന്നതല്ല. നീയും ഞാനും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥനയിൽ ഇറങ്ങുന്നൊരു ദൈവം. തിരിച്ചാ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഒരു യോഗത്തിന് വന്നിരിക്കുമ്പം ആദ്യം തുടങ്ങുന്നത് പാട്ടയില. സകല യോഗം പാട്ടയില തുടങ്ങുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയൊരു പാട്ടിൻ്റെ കാര്യം എന്താ? ഒരുമാതിരിപ്പെട്ട മുഴുവൻ ഡിപ്രഷനും ഈ പാട്ടേ തീരും. മിണ്ടുന്നില്ല. എന്തുവാ? ലോകത്തിലെ ഏറ്റവും കൊടിയ പിശാച് ഇളകിയത് ഒരു കിന്നരത്തേല. ലോകത്തിലെ നിങ്ങൾ ശ്രദ്ധിക്കണം, വഴിയെ നടക്കുന്ന ഭിക്ഷക്കാരുടെ ദേഹത്ത് ഭൂതമുണ്ട്. അത് വലിയ ഗ്രേഡ് കൂടിയ സാധനമല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. സാധാരണക്കാരൻ്റെ ദേഹത്ത് വേറെ ഐറ്റം ഉണ്ട്. ചിലർ കാണത്തില്ല, നമ്മൾ ചെല്ലുമ്പം ഒന്നുമില്ലാപ്പെട്ട് പറയത്തില്ലയോ, അതൊക്കെ ഐറ്റമാണ്. പിന്നെ വേറെ സ്ഥലമുണ്ട്, ബെൻസ യാത്ര ചെയ്യുന്ന സാധനമുണ്ട്. കൊട്ടാരത്തിൽ വസിക്കുന്ന സൂപ്പർ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു രാജാവിൻ്റെ ദേഹത്തൊരു സാധനം കയറി വെച്ച് പുള്ളി ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുമ്പം അതിനെ ഇളക്കാൻ വേണ്ടി ഭൂതശാന്തിക്കാരൻ വന്നില്ല. ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിക്കുന്നൊരു ചൊവ്വ പ്രാർത്ഥിച്ചോണം. നീ ഒറ്റ ഋതം അടിക്കുമ്പം ഭൂതം ഇളകണം. മിണ്ടുന്നില്ല. ഞാൻ ദൂത് പറയാം, കിന്നര വായനയിൽ നിപുണനായ പവിഴ നിറമുള്ള കോമളനായ ഒരു ചെറുപ്പക്കാരൻ കയറി കിന്നരം ഒന്ന് മീട്ടിയപ്പോൾ രാജാവ് സോഭായെ പോയി കിടന്നു. മിണ്ടുന്നില്ല. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. കൊടിയ ഭൂതത്തെ ഇറക്കാൻ ആരാധനയ്ക്കകത്ത് ഒരു ഇൻസ്ട്രുമെൻ്റ് മതി. മിണ്ടുന്നില്ല. ഈ കീബോർഡും ഗിത്താറും ഋതംപാടും ഒന്നും പോരാ. അല്ല, കലവൊക്കെ കമത്തിയിട്ട് അടിക്കണം. മനസ്സിലായി? നല്ല യോഗം. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്നാ മിണ്ടാത്തെ? മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. നല്ല സ്തോത്രം. ചിലങ്കയും കൈത്താളങ്ങളും തപ്പിനോടും കിന്നരത്തോടും ഒക്കെ പാടണമെന്നാ. നമ്മൾ കൈയടിക്കുന്നതിനെ വിഷമിച്ച അതാ ഈ ബന്ധനം മുഴുവൻ വന്നേ. പൗലോസിനോട് ചോദ്യം, ആര് വേണേ കെട്ടിക്കോ, ഈ രാത്രി ഒറ്റ ആരാധന മതി. ഫെലിസ്തീനെല്ലാം കൂടെ വന്നു ശിംശോനോട് പറഞ്ഞതേ നിന്നെ കെട്ടാൻ പോവാ. എന്നാലും പുള്ളി പറഞ്ഞു, കെട്ടിക്കോ, പക്ഷെ കൊല്ലല്ല. കെട്ടിയാ ഞാൻ ഏറ്റു, കൊന്നാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ കെട്ടത്തേ ഉള്ളൂ. നിന്നു. കെട്ടിക്കോ. മുഴുവൻ കെട്ടി. പെട്ടെന്ന് ദൈവാത്മാവ് വന്നു. കയ്യിൽ കെട്ടിയതെല്ലാം ചണനൂല് പോലെ കരിഞ്ഞുപോയി. ആര് ബന്ധിച്ചാലും നീ പേടിക്കണ്ട. ആര് കെട്ടിയിട്ടാലും അത് നിയോഗത്തിൽ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. യഹോവേ, ഇത് ഞാൻ ഇച്ചിരുടെ ഗഹനമായിട്ട് ദൂതനെ കൊണ്ടുവരാം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെന്ന് ആ കഴുതയും കുട്ടിയും കൂടെ എന്തോ ചെയ്തോണം, അടിച്ചുകൊണ്ട് പോകണം. അവർ ചെന്ന് അടിക്കാൻ നേരത്ത് വീട്ടുകാർ ചോദിച്ചു, നമ്മുടെ വീടിൻ്റെ പുറകിലെ തൊഴുത്തിനകത്ത് കെട്ടിയ മൃഗത്തെ നമ്മുടെ അനുമതി അത് അഴിക്കുമോ? അഴിച്ചു നോക്കണം. പക്ഷെ ചെന്നേച്ചു പറഞ്ഞു. വീട്ടുകാർ ചോദിച്ചു, എന്തിനാ അഴിക്കുന്നത്? ഉത്തരം, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ ചില വിടുതലിന് വലിയ വാക്കൊന്നും വേണ്ട. കർത്താവിൽ നിന്ന് വാങ്ങിച്ച ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. മിണ്ടുന്നില്ലല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ പലരും നാടുവാഴികൾ പിടിക്കും, പലരും നിന്നോട് ചോദ്യം ചോദിക്കും. അന്നേരം എന്തോ പറയുന്നെന്ന് ടെൻഷൻ എടുക്കരുത്. പറയേണ്ടത് ആ സമയത്ത് നിന്റെ നാവേൽ തരും. അതെൻ്റെ ആത്മാവാ. ഒരാമയും വരുന്നില്ല. നീ ടെൻഷനൊന്നും എടുക്കണ്ട. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ കെട്ടടിക്കാൻ നിന്നെ നിയോഗിച്ചെങ്കിൽ ആ പറയേണ്ടത് നിന്റെ വായിൽ ദൈവം തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ദൂതിലോട്ട് കയറി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. കെട്ടടിച്ചുകൊണ്ട് വരിക. ഈ ദൈവപ്രവൃത്തി കാണുമ്പോൾ ആ സ്തുതി സ്തോത്രം കൂടുന്നേ. ദൈവപ്രവൃത്തി കാണുമ്പോഴാ അല്ലയോ? ഈ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചു പോന്നെന്നല്ല എഴുതിയേക്കുന്നേ. അവിടെ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. എന്തുവാ? കർത്താവ് പറഞ്ഞു,
ശിഷ്യന്മാരെ അയക്കുമ്പം പറഞ്ഞു, ഈരണ്ടായിട്ട് അയച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ പോകുമ്പം വചനം പ്രസംഗിക്കണം. എന്തോ പ്രസംഗിക്കണം? മാനസാന്തരം. എന്തോ പ്രസംഗിക്കണം? സ്വർഗരാജ്യം. പ്രസംഗിച്ചേച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചേച്ച് പോരാനല്ല പറഞ്ഞത്. രോഗിയെ കണ്ടാൽ ആ പ്രസംഗത്തിനിടയിൽ അങ്ങ് സൗഖ്യമാക്കിയേക്കണം. മരിച്ചവരെ കണ്ട ഉയർപ്പിച്ചേക്കണം. ഈ ഉടുപ്പും വടിയും ഒന്നും എടുക്കണ്ട, എല്ലാം ഞാൻ കരുതിക്കോളാം. കണ്ട മിണ്ടുന്നില്ല. ഞാനൊരു ദൂതിലോട്ട് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞ പോലെ ചെയ്താൽ നീ തോക്കുകയില്ല, നീ വിജയിക്കാൻ തുടങ്ങും. ചുരുടെ ഗഹനമായിട്ട് ഈ ദൂതിനെ പറയട്ടെ. അവർ ചെന്നു കഴുതയുടെ കെട്ടടിച്ചു. മുന്നോട്ട് വരുമ്പം ഈ കഴുതയുടെ ഒരു കാര്യം, ഒരിക്കലും ഒരു ഭാഗം വായിച്ചപ്പം എൻ്റെ ഉള്ളങ്ങ് തെളിഞ്ഞു. ഈ കഴുത ഒരു കയറെ കെട്ടിയിട്ടേക്കുവാ. അത് ഇത്രയും നാൾ നടന്ന് ഈ സ്റ്റേജ് പോലും ഈ ഗ്രൗണ്ട് അങ്ങ് വെളുത്തു, ഒരു പച്ചല പോലും ഇല്ല. അന്നേരം ഈ മരമൊക്കെ നിന്ന് ഈ കാറ്റ് വീശുമ്പോളേ പച്ചല കണ്ടപ്പം ഈ കഴുത കൊതിക്കുക. കഴുത ചോദിക്കുക, എന്നിതൊക്കെ കിട്ടും. പക്ഷേ കെട്ടടിച്ച് യേശു അതിൻ്റെ പുറത്തോട്ട് കയറിയപ്പം ശിഷ്യന്മാർ താഴെ നിന്നവർ ചാടി മരത്തെ കയറി. താൻ എന്ത് കൊതിച്ചോ അതെല്ലാം വെട്ടി തൻ്റെ മുമ്പിലിട്ടു. അതിൻ്റെ രഹസ്യം എന്താ? നിന്റെ പുറത്തൊരുവൻ കയറിയാൽ നീ എന്താഗ്രഹിച്ചോ, എന്ത് പ്രാർത്ഥിച്ചോ അതെല്ലാം നിന്റെ മുമ്പിൽ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ലതന ബൗഡിബി ഗാനഘടകസി. അല്പനേരം ആ കരം അടിച്ചു ദൈവത്തിനോട് നന്ദി പറഞ്ഞേ. ദൈവമേ, ആഗ്രഹിച്ചതെല്ലാം. അപ്പം ഈ ദൈവപ്രവൃത്തി കണ്ടപ്പം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം എടുത്തേ. അവർ ഒലിവുമലയുടെ അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ ആരാധനയ്ക്ക് വന്ന് ഈ ദൈവപ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഒന്ന് സന്തോഷിക്കണം. ഒന്ന് കൈ കൊടുത്ത് പറ, ഒന്ന് സന്തോഷിക്കണമെന്ന് പറ. വേണ്ട, മിണ്ടുന്നില്ല. ഈ ചിലരുടെ തലയ്ക്ക് ഈ പിശാച് കയറി അങ്ങ് പിടിച്ചിട്ട് പറയുക, നീ എന്തോ ഇതിനാ സന്തോഷിക്കുന്നത്? നിനക്കിതുവരെ സ്വന്തമായിട്ടൊരു വീടുണ്ടോ? നീ ഗ്ലൂമിയായിട്ടിരുന്ന വീട് കിട്ടുമോ പറ. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇതുവരെ ബാങ്ക് ബാലൻസ് ഉണ്ടോ? നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ബാങ്ക് ബാലൻസ് വരുമോ പറ. ഇത്രയും നീ പ്രവർത്തിച്ചത് നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നോ? ഉണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറയാം, നിൻ്റെ കൊച്ചിനെ കെട്ടേണ്ട ചെറുക്കൻ ഇതുവരെ കെട്ടിയിട്ടില്ല. അത് നിൻ്റെ കൊച്ചിനെ കെട്ടും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്. നീ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവപ്രവൃത്തിയൊക്കെ കണ്ടങ്ങോട്ട് സന്തോഷിക്കണം. ഒരാമയും വരുന്നില്ല. പണ്ട് ദൈവത്തിന് ഞാൻ പ്രസംഗിക്കുമ്പം പറയുമായിരുന്നു, ഒരു പൈസ ബാങ്കിലില്ല, പേഴ്സിലില്ലാത്തപ്പം പറയണം, കാശ് ഏത് ബാങ്കിലിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. SBT വേണോ, SBI വേണോ? മിണ്ടുന്നില്ല. അതോ ഫെഡറൽ ബാങ്ക് വേണോ, അതോ ദൈവത്തിന് സ്വതന്ത്രം ബാങ്കുകളുടെ ബഹള. ദൈവത്തിന് സ്വതന്ത്രം എവിടെ വേണം? പോട്ടെ, ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? 10 പൈസ ബാങ്കിലില്ല, എന്നാലും ബാങ്കുകാരെ വിളിച്ച സാറേ ഇപ്പോൾ FDക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്തോ ഉണ്ട്, അതന്നെ കുറച്ച് പൈസ ഇടാനാ, പെട്രോൾ അടിക്കാൻ നേരം കാശില്ല. ഇതൊക്കെ പറയാൻ പറ്റുമോ? ഞാനൊരു സന്ദേശം നിന്നോട് പറയാം. നിന്നെ പോറ്റാൻ ദൈവം തീരുമാനിച്ചേ അത് കാക്കയുടെ കയ്യിലായാലും കൊടുത്തുവിടും. കൊടുത്തുവിടും. ഇനി ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് ദൂത് പറയട്ടെ. അപ്പം ഈ ദൈവപ്രവൃത്തി കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തെന്നാ വായിക്കുന്നേ? ഇവരങ്ങോട്ട് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. അത്യുച്ചത്തിൽ എല്ലാവരും കൂടെ മിണ്ടായിരുന്നു, ഓ എനിക്ക് ഒരു വിടുതൽ തന്ന ആരും അറിയില്ലെന്നല്ല. അവർ ദൈവപ്രവൃത്തി കൊണ്ട് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീക്ഷന്മാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ അവര് പറഞ്ഞു, ഗുരു നിന്റെ കൂടെ വരുന്ന ചിലരോട് മിണ്ടാതിരിക്കാൻ പറ. എനിക്കൊന്ന് അന്ന് കേട്ട ദൂതുകൊണ്ടായിരിക്കാം ഇന്ന് പലരും മിണ്ടാതിരിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർക്കും വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സകലത്തെ ഉണ്ടാക്കിയവൻ ഞാനാണ്. ഒരാമയും വരുന്നില്ല. പൗലോസിനോടൊരിക്കൽ ദൈവം പറഞ്ഞു, മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്ക, ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട്.
പെനീന മനസ്സ് വെച്ചപ്പോൾ ഹന്നായുടെ വായടഞ്ഞു. ഹന്നായുടെ വായടച്ചപ്പോൾ പെനീന ഹാപ്പിയായി. സ്വതന്ത്രം കറുപ്പിച്ചാത്തുകൊണ്ട് കാബേദൂരിനരിയുമ്പോഴും ചോദിക്കേ, എന്ത് പ്രാർത്ഥനയാടി. എനിക്ക് നോക്ക്, ഒരു കൊച്ച് അവിടെ കളിക്കുന്നു, ഒരു കൊച്ച് ഇവിടെ കളിക്കുന്നു, ഒരു കൊച്ചൻ അവിടെ കളിക്കുന്നു. നീ പ്രാർത്ഥിച്ചിട്ട് എന്താ? ആഴ്ചയിൽ വർഷം അവൾ കൊട്ടാരത്തിൽ ആലയത്തിൽ ലഡുവും കൊണ്ട് പോന്നേ. ഇവക്കന്നേ കൊച്ചുമില്ല. അവൾ തീരുമാനിച്ച് ഇന്നീ മുതൽ വാ തുറന്ന് പറയുന്നില്ല, ഹൃദയം തുറന്ന് പറയാൻ പോവാ. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ മറുപടി ആ വീടിനകത്തൂടെ എഴഞ്ഞു നടക്കുമ്പോൾ വായ അടപ്പിച്ചവടെ വായ്പ അടഞ്ഞുപോയി. ഓർത്തോണോ, നിന്റെ വാ ചിലതൊക്കെ അടപ്പിക്കാൻ നോക്കിയാൽ അടയരുത്. ഇനി 3 ദൂതൂടെ പറഞ്ഞ് വാക്കിനെ ചുരുക്കും. ഇതിപ്പോഴങ്ങ് നിർത്താൻ പറ്റത്തില്ല. എന്നാൽ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം 1-ാമത്തെ ദൂത്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, 5-ാമത്തെ വാക്യം. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. യഹോവ ചിലത് ചെയ്യുമെന്ന് പറഞ്ഞ് സമയം കുറിച്ചിരിക്കുന്നു. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്ത് പറ, ദൈവം സമയം കുറിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ കാര്യത്തിന് ദൈവം സമയം കുറിച്ചിരിക്കുക. നിന്റെ കുഞ്ഞിൻ്റെ വിടുതലിന് ദൈവം സമയം കുറിച്ചിരിക്കുക. എത്ര പേരതിന് ആമയും പറയും? ഇങ്ങോട്ട് നോക്കിയേ, ഈ യോസഫിൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 3 വാക്ക്. ആദ്യം യോസഫ് പൊട്ടക്കുഴി വീണു. അത് കഴിഞ്ഞ് യോസഫ് ഇതുപോലെ ഒരു ലുങ്കി കേസിൽ ജയിലിൽ വീണു. മേപ്പോട്ട് പോകുന്ന പ്രവചനമാ. ആളിപ്പോൾ കീപ്പോട്ട് പോവുക. കുഴിയിൽ നിന്ന് ഇപ്പം എങ്ങോട്ട് വന്നു? ജയിലിൽ വന്നു. ഇനി എങ്ങോട്ടായിരിക്കും? കഴുകുമരത്തെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ താൻ കിടക്കുന്ന കാരാഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒരു കാൽപ്പെരുമാറ്റം. ഒരാളല്ല, ഒരുപിടി ആള്. ആദ്യം വന്നത് പടയാളി, പുറകെ വന്നത് ബ്യൂട്ടീഷ്യൻ, പുറകെ വന്നത് രാജാവിൻ്റെ പടയാളികൾ. എന്താ കാരണം? നിന്നെ ഒതുക്കിയടത്തുന്ന ഒരു രാജകീയ വരവേൽപ്പ്. 5 മിനിറ്റ് കൊണ്ട് സൂട്ടും കോട്ടും തയ്ക്കുന്നവർ വന്നു. താടി വെട്ടി, മുടി വെട്ടി, വസ്ത്രം മാറി. അവൻ ചോദിച്ചു, എവിടെ കൊണ്ടുപോവാ? കൊട്ടാരത്തിൽ രാജാവിന് നിന്നെ കാണണം. ഈ ഷേപ്പിൽ കാണിക്കാൻ പറ്റുകയില്ല, ഷേപ്പ് മാറ്റിയേ കാണിക്കാൻ പറ്റൂ. അവനെ ഒരുക്കി കൊട്ടാരത്തിലെത്തിച്ചു. എന്നിട്ട് രാജാവ് ഒരു കാര്യം പറഞ്ഞു, നിന്നെക്കുറിച്ച് ഒരു അറിയിപ്പുണ്ടായി. അറിയിപ്പ് എന്നാണെന്നറിയാമോ? കുണ്ടറയ്ക്കകത്തൊരുത്തൻ ബന്ധിക്കെട്ട് കിടന്നപ്പം അവൻ കണ്ട സ്വപ്നം നീ വ്യാഖ്യാനിച്ചെന്ന്. നിനക്ക് വരവുണ്ടേൽ ഞാൻ കണ്ടതോടൊന്ന് പറ. കണ്ട സ്വപ്നം അങ്ങോട്ട് വെളിപ്പെടുത്തിയപ്പം രാജാവ് എഴുന്നേറ്റ് പറയുക, ദൈവാത്മാവുള്ള ഇവനെ പോലൊരു പുരുഷനെ കണ്ടുകിട്ടുവോ? കണ്ട, മിണ്ടുന്നില്ല. നിന്റെ സമയത്തല്ല നിന്റെ വിടുതല്. ദൈവം കുറിച്ചിരിക്കുന്നു. നീ ഇരിക്കേണ്ട ഇരിപ്പിടം യേശുവിൻ്റെ നാമത്തില്. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിന്റെ വിടുതലിന്റെ സമയം കുറിച്ചിരിക്കുന്നു. നിന്റെ ഗതികേട് എന്ന് പൊട്ടുമെന്ന് നീ ചോദിച്ചു. ദൈവാത്മാ പറയാ, ഇത് നിന്റെ ദിവസമാ. ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇതിനകത്ത് വെളിപ്പെടുന്ന അഭിഷേകം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ആരാധിക്കുന്ന ചിലരോട് പറയാം, ഇന്നും നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന് ചില കാര്യത്തിന് സമയം കുറിക്കാനാ. ഒരു വെളിപ്പാടിലൂടെ പറയാം. സ്തോത്രം. ഒരു ദിവസം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ വീടിൻ്റെ വാതിക്കൽ ഇരിക്കുമ്പോൾ ഒരു കാഴ്ച. 3 ദൂതന്മാർ തൻ്റെ വീട്ടിലേക്ക് വരുന്നു. സ്തോത്രം. വന്നവരെ നിലത്തോളം കുനിഞ്ഞു വണങ്ങി വൃക്ഷത്തിൻ്റെ ചുവട്ടിക്കൊണ്ടിരുത്തിയിട്ട് അവർക്ക് വേണ്ടുവോളം വിളമ്പിക്കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിന്റെ ഭാര്യ എവിടെ? എന്തിനാണ്? അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് ഒരു വാഗ്ദത്തം നിന്റെ വീട്ടിൽ വരാൻ പോവാ. ഒരാമയും വരുന്നില്ല. ഇന്നും നിന്റെ വീടിനകത്ത് സമയം കുറിക്കാൻ ദൈവം കയറട്ടെ. ഇന്ന്
20-ലധികം വർഷം തടയപ്പെട്ട വിഷയത്തിനകത്ത് നല്ലൊരു ഹല്ലേലൂയ പറ. ഞാനൊരു വെളിപ്പാട് പറയാം. എല്ലാവരും നിന്നെ തള്ളി, പക്ഷെ ദൈവം തള്ളിയിട്ടില്ല. മനുഷ്യര് പറഞ്ഞ പോലെ അല്ല ദൈവം പറഞ്ഞേക്കുന്നേ. എഴുതിയിട്ടോ ദൈവം പറഞ്ഞത് അതുപോലെ ദൂതിലോട്ട് വരട്ടെ. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് തരിക. ചിലരുടെ വർഷങ്ങൾ പഴക്കമുള്ള രോഗത്തിന്റെ വിടുതൽ ഇന്ന് ദൈവം കുറിക്കണം. നിന്റെ കുഞ്ഞ് ഉയരേണ്ട മേഖല ദൈവം ഇന്ന് കുറിക്കണം. ആളിക്കത്തുന്ന അഗ്നി പോലെ ഇതിനകത്ത് അഭിഷേകം ജ്വലിക്കുക. ചിലരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ദുർമന്ത്രങ്ങൾ ഇന്ന് ആ വീടുകളിൽ നിന്ന് ഇങ്ങനെ അഴിയുക. അതിന്റെ കാരണം ഇത് യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള നിന്നെ ഒതുക്കിയിട്ടവന്റെ വീട്ടിലൊരു നിലവിളി. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ദൈവ സമയം കുറിച്ചിരിക്കുന്നു. മനസ്സിനകത്ത് പറ, ദൈവം സമയം കുറിച്ചിരിക്കുന്നു. ഒന്ന് പറ, നിനക്ക് പുതിയ വീട് വെക്കാനുള്ള സമയം കുറിച്ചിരിക്കുന്നു. നിന്റെ അശുദ്ധ ജീവിതം പൊട്ടി വിശുദ്ധ ജീവിതത്തിന്റെ സമയം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിന്നിൽ ജ്വലിക്കുന്ന സമയം കുറിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ദൂതം. സമയമൊക്കെ പോയി. ജീസസ്. രണ്ടാമത്തെ ദൂതം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ പദം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ ഒടുവ്. സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്നു. സമയം കുറിച്ചിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ദൈവം കുറിച്ചത് കഴിഞ്ഞ വർഷമായിരിക്കാം. ദൈവം പറയാം, ആ കുറിച്ച സമയം അടുത്തിരിക്കുന്നു. 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 ഇനിയും അതിന് കാലതാമസമില്ല. ഒറ്റവാക്യം കൂടെ വായിച്ചേച്ച് ബൈബിൾ അടച്ചോ. സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. സ്തോത്രം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക. അത് വരും നിശ്ചയം, താമസിക്കില്ല. സമയം തെറ്റുകയില്ല. 3 ദൂത് നിർത്തുക. 1, സമയം കുറിച്ചിരിക്കുന്നു. 2, കുറിച്ച സമയം അടുത്തിരിക്കുന്നു. 3, സമയം തെറ്റത്തില്ല. 3 കാര്യം പറഞ്ഞ് ഉറപ്പിച്ചു വിടുക. ഇന്ന് നീ വീട്ടിൽ ചെന്നിട്ട് പറയണം, ജീസസ്, ഇത് ദൈവം മാത്രം പ്രവർത്തിക്കുന്ന സമയം. എൻ്റെ വിഷയത്തിൽ ദൈവം സമയം കുറിച്ചിരിക്കുന്നു. ദൈവം കുറിച്ച സമയം അടുത്തിരിക്കുന്നു. 3, ദൈവം കുറിച്ച സമയം തെറ്റത്തില്ല. അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യത്തിന്റെ പരമ്പരയാ. ദൈവം കുറിച്ച സമയം, ദൈവം കുറിച്ച സമയം അടുത്തിരിക്കുന്നു. ദൈവം കുറിച്ച സമയം അടുത്തെന്ന് മാത്രമല്ല, ദൈവം കുറിച്ച സമയം തെറ്റത്തില്ല. അടുത്ത പദം പ്രസംഗിക്കുന്നില്ല. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. പ്രവാചകൻ ചോദിക്കുക, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ലതാ സിദ്ധാനവകസി, ഞാൻ പ്രവർത്തിക്കും. പറ, ആര്? ഒരുത്തർക്കും തടുക്കാൻ പറ്റത്തില്ല. തടുക്കുന്നവരൊക്കെ വഴിമാറാൻ പോവാ. സെരുബാബേലേ, നിന്റെ മുവിക്കുന്ന മഹാപർവ്വതമേ, നീ ആരാടാ? വഴിമാറ്. വാക്കുകളെ ചുരുക്കുക. ദൈവം സമയം കുറിച്ചിരിക്കുന്നുണ്ട്. ചോദ്യം, നിനക്കുറപ്പുണ്ടോ? നിനക്കുറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ആ സമയം അടുത്തിരിക്കുന്നു. ആ സമയം തെറ്റത്തില്ല. മോശയുടെ പെട്ടകത്തിൻ്റെ പോക്ക് കണ്ടാൽ ഇപ്പം തീരും. പക്ഷെ ദൈവം പറയുക, അവൻ കൊട്ടാരത്തിൽ കയറേണ്ട ടൈം ഞാൻ കുറിച്ചേക്കുവാ. അവൻ്റെ അമ്മ പാല് കൊടുത്ത് ശമ്പളം വാങ്ങിക്കുന്ന ദിവസം ഞാൻ കുറിച്ചിരിക്കുക.
തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറ. ഇനി നമ്മൾ എഴുന്നേക്കാൻ പോവാ, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ പോവാ. ഇത് ടൈത്ത് കൊടുക്കുന്ന കവറാണ്. പുതിയ വർഷമാണ്. എന്ത് മുടക്കിയാലും ടൈത്ത് മുടക്കാൻ പാടില്ല. ഇത് TV മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്നതാണ് നമ്മുടെ TV മിനിസ്ട്രി. അതിനെ ഒരു ചെറിയ പൈസ കൊടുത്ത് മന്ത്ലി സപ്പോർട്ട് ചെയ്യാം എല്ലാ മാസവും. അതൊരു ദൈവവേലയാണ്. നമുക്ക് ദൈവത്തിന് കൊടുക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ഇത് വീട്ടിൽ കൊണ്ടുപോകരുത്, ഫില്ല് ചെയ്ത് തന്നിട്ടേ പോകാവൂ. പേര്, ഫോൺ നമ്പരും എമൗണ്ടും എഴുതുക. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. ഒരു നമ്പറുള്ള 2 നമ്പർ എഴുതണം. നമുക്ക് എഴുന്നേക്കാം, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാം. ലൈവിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, ചർച്ചിൻ്റെ അക്കൗണ്ട് നമ്പറിൽ കൊടുക്കാം. നമുക്കത് കരത്തിൽ ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ വരുമാനങ്ങളെ അനുഗ്രഹിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. അത് തലയ്ക്ക് മുകളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, സ്തോത്രത്തോടെ നിനക്കൊരു കാഴ്ച തരാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കിയത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, അങ്ങയുടെ വേലയെ താങ്ങിപ്പിടിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് എന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഈ സ്തോത്ര കാഴ്ച ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണം. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കൽപ്പിക്കണം. അവരെ തൊട്ട് പിടിപ്പിക്കണം. അവർക്ക് അത്ഭുതങ്ങൾ നടക്കണം. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. നീ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.